ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ രാവിലെ അടുക്കളയിലേക്ക് കയറിയിട്ടുള്ള ആദ്യത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. കട്ടൻ ചായയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ചുടുവെള്ളം വേണമല്ലോ, അപ്പോൾ അതിനും കൂടെ അതേ വെള്ളം സ്റ്റൗവിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ കഴിയുമ്പോൾ തന്നെ ഇന്ന് കൊച്ചിന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കണം. ചായയും ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ ആയിട്ട് വേണം ഇന്ന് വേറൊരു സ്ഥലം വരെ പോകാനായിട്ട്. വേറെ പണിയൊന്നുമില്ല, ഇക്കാനെ സഹായിക്കാൻ വേണ്ടി ഇക്കാരോടെ പോകാനാണ് കേട്ടോ. അപ്പോൾ ഇന്നതേ ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഇടിയപ്പത്തിന് നമുക്ക് ചുടുവെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ച് തുടങ്ങി കേട്ടോ. പിന്നെ അതേ കടലക്കറിയാണ്. കടലയ്ക്ക് വേണ്ട കടലയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. സവാളയും പിന്നെ മുളകും മല്ലിപ്പൊടി അങ്ങനെ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇനി ഇടിയപ്പത്തിന് മാവ് സെറ്റാക്കാനുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ കുക്കർ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ കട്ടൻ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കി വെച്ചു. ഇനി അത് കഴിഞ്ഞതേ ഒരു പാത്രം വെള്ളം തിളപ്പിക്കാനാണ് കേട്ടോ. കുടിക്കാനായിട്ട് ഒരു പാത്രം വെള്ളം തിളപ്പിക്കണം. അവന് കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളമായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറിയും കിട്ടും, പെട്ടെന്ന് തിളച്ചും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ആ ഒരു വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഇതേ നമ്മൾ ഇടിയപ്പത്തിന് വെച്ച വെള്ളം അതും തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് വേണം കുക്കറും കൂടി അടുപ്പത്തേക്ക് വെക്കാനായിട്ട്. അപ്പോൾ കടലക്കറി അവിടെ ഇരുന്നങ്ങാണ്ട് ആവണ ഒരു സമയം കൊണ്ട് തന്നെ ഇടിയപ്പത്തിന് മാവും കുഴച്ച് സെറ്റാക്കി വെക്കണം കേട്ടോ. രാവിലത്തെ വീട്ടിലെ പണികളും എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇക്കാടെ കൂടെ ഇന്ന് പുളി പറിക്കാനായിട്ട് പോകുന്നുണ്ട്, കുടംപുളി. അപ്പോൾ കുടംപുളിയുടെ ഒരു സീസണാണല്ലോ ഈ സമയത്ത്. ഇപ്പോൾ കുടംപുളി പറിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇക്കാനെ സഹായിക്കാനായിട്ട് ഇക്കാടെ കൂടെ ഇന്ന് പോകാമെന്നാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ കുടംപുളീൻ്റെ കാര്യങ്ങളും അതൊക്കെ നമുക്ക് വീഡിയോയിൽ പതിയെ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തകൃതിയായിട്ട് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതേ അരിപ്പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചും കണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് കുഴക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുറച്ച് 2-3 മിനിറ്റ് ചൂടാറുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ട ഇഡ്ഡലിത്തട്ടും ഇഡ്ഡലിപ്പാത്രവും അതേപോലെ തന്നെ നൂലപ്പം ചുറ്റിയെടുക്കാനായിട്ട് വേണ്ട അച്ചും എല്ലാം തന്നെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയെടുക്കണം. പിന്നെ നമുക്ക് ഇഡ്ഡലിപ്പാത്രത്തിൽ അടുപ്പ് കത്തിച്ചും കണ്ട് വെള്ളവും വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ചൂടാവുന്ന ഒരു സമയം കൊണ്ട് തേങ്ങയും ചിരണ്ടി എടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാവ് ഒക്കെ ഒന്ന് കൈ വെച്ചും കണ്ട് ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോഴത്തേനും ഇതേ കുടിക്കാൻ വെള്ളം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ അതും കൂടെ തീ ഓഫാക്കിയും കണ്ട് ചൂടാറാനായിട്ട് അതും അങ്ങോട്ട് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മാവും കുഴച്ച് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം വെക്കാനായിട്ട് അടുപ്പും തീ കത്തിച്ചു കേട്ടോ. തേങ്ങയും ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലിപ്പാത്രം അങ്ങോട്ട് വെക്കണം. നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നൂലപ്പൊക്കെ ചുറ്റി സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതേ അടുപ്പത്ത് വെച്ചേക്കണേ ഇഡ്ഡലിപ്പാത്രത്തിൽ വെച്ച വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ ഇടിയപ്പമൊക്കെ ഒന്ന് നമുക്ക് ചുറ്റി റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ അതേ ആദ്യത്തെ ട്രിപ്പ് വെക്കാനായിട്ട് ഞാൻ ഇടിയപ്പമൊക്കെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കയ്യിൽ ട്രൈപോഡ് ഇല്ലാത്തതിന് ഒരൊറ്റ കുഴപ്പമാണ്, ഫോൺ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും സപ്പോർട്ടും എടുത്തെങ്ങാണ്ട് വല്ല കുപ്പിയോ പയറും കുപ്പിയോ അങ്ങനെ കടലപ്പാത്രമോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെങ്ങാണ്ട് സപ്പോർട്ട് കൊടുത്ത് ക്യാമറയൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പണിയും കൂടെ നടക്കില്ല എന്നോർത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അങ്ങോട്ട് ചുറ്റി എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ നമുക്കത് വേവണ ഒരു സമയം കൊണ്ട് രണ്ടാമത്തെ ട്രിപ്പും നമുക്ക് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ എന്നിട്ട് വേണം ക്യാമറ സെറ്റാക്കി വെക്കാനായിട്ട്. അങ്ങനെ അത് തേങ്ങയൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ക്യാമറ സെറ്റാക്കി വെച്ചു കേട്ടോ. സപ്പോർട്ട് കൊടുത്തേക്കുന്നത് ഉപ്പ് കുപ്പിയും അതേപോലെ തന്നെ കടലക്കുപ്പിയും പിന്നെ അതേപോലെ മുളക് പൊടിൻ്റെ കുപ്പിയും കൂടിയാണ് കേട്ടോ. 3 കൂടെ കൂട്ടി നമുക്ക് ഫോൺ അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. അങ്ങനെ അതേ ഓരോന്നോരോന്നായിട്ട് ഇടിയപ്പം ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മൾ കടലേക്ക് അടുപ്പത്തിരുന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കറിൻ്റെ തീയൊക്കെ ഞാൻ കിടത്തി. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം കേട്ടോ നമുക്ക് കറിയൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഇതേ രണ്ടാമത്തെ ട്രിപ്പ് വെക്കാനുള്ള ഇടിയപ്പം ഞാൻ ചുറ്റിയെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം അത് വെന്തിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് വേണം രണ്ടാമത്തെ ട്രിപ്പ് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ കണ്ടില്ല നമ്മൾ മുളക് പൊടിൻ്റെയും കടലയുടെ ഒക്കെ പാത്രം. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ടാണ് കേട്ടോ ഞാൻ ഫോണ് വെക്കാനായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്.
അങ്ങനെ അതേ ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം ഇവിടെ വെന്തു സെറ്റായിട്ടോ. ഇനി അതങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് വേണം നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ചുറ്റിയെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇതേ 3-4 ട്രിപ്പ് ഇടിയപ്പമൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനത്തെ ട്രിപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കഞ്ഞിയിൽ തലേദിവസത്തെ കഞ്ഞി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി വാരി വെള്ളം ഒഴിച്ചെടുത്തു കേട്ടോ. ഇനി ഇടിയപ്പം കൂടെ അടുപ്പത്ത് നിന്ന് ഇറക്കണം, ഇഡ്ഡലി പാത്രം ഇറക്കണ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കഞ്ഞിയും കൂടെ തിളപ്പിച്ച് വാർക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് കഞ്ഞിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ച് വാർത്തെടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ കടൽ വെന്ത് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട ഞാൻ തേങ്ങയൊക്കെ ചിരവി അരച്ചെടുത്തു കേട്ടോ. ഇനി കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് താളിച്ചും എടുത്തു കേട്ടോ. കടലക്കറി താളിച്ചും എടുത്തു. ഇനി ഈ സമയത്ത് തന്നെ കൊച്ചിനെ വിളിച്ചെണപ്പിച്ച് അവനെ കുളിപ്പിച്ച് അവൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് യൂണിഫോമൊക്കെ ഇടിച്ച് പിന്നെ അവന് സ്നാക്സും പിന്നെ അതേപോലെ തന്നെ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ അവന് ലഞ്ച് കൊണ്ടുപോകാറുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയൂ കേട്ടോ. അല്ലെങ്കിൽ അവൻ സ്കൂളിലെ കഞ്ഞിയാണ് അവൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ കുടിക്കാൻ വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ സ്നാക്സ് ബോക്സും ഒക്കെ ശരിയാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ അവന് ബേക്കറിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ബേക്കറി ഒന്നും കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഒട്ടും മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡിനൊക്കെ ഇഷ്ടക്കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ഇടിയപ്പം അതേപോലെ തന്നെ കടലക്കറിയും വെച്ച് കൊടുത്തു കേട്ടോ സ്നാക്സിൽ. പിന്നെ അവൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഇന്ന് ഞാൻ ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കിയത്. കാരണം അവന് പനി ആയതുകൊണ്ട് സ്കൂളിൽ പോയ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് സ്കൂളിലേക്ക് കടലക്കറിയും ഇടിയപ്പം തന്നു വിടുവാണെങ്കിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചില്ലെങ്കിലും സ്നാക്സ് കൊണ്ടുപോയി കഴിയുമ്പോൾ അതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്താണ് കേട്ടോ. അങ്ങനെ അവന് വേണ്ടതൊക്കെ ആക്കി കൊടുത്തു. പിന്നെ അവൻ്റെ ബുക്കുകളൊക്കെ എല്ലാം ഉണ്ടോ എന്ന് നോക്കി. പിന്നെ ബോക്സും സ്ലേറ്റും പെൻസിലും അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിങ്ങാണ്ട് ബസ് കയറ്റി വിട്ടിട്ട് വേണം പിന്നെ ഉച്ചക്കത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പോകാനായിട്ട്. അവനോട് അങ്ങനെ പോകണമെന്നൊന്നും അവനോട് പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാണ്ട് ഞാൻ വാപ്പിയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞങ്ങാണ്ട് മടിച്ചിരിക്കും കേട്ടോ. അങ്ങനെ അവനെ ബസ് കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇടിയപ്പം കടലക്കറിയും ബാലൻസ് ഇരിക്കുന്നത് അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ അതേപോലെ തന്നെ ചോറ് ഞാൻ നേരത്തെ തിളപ്പിച്ച് വാർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാസറോളിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ ചൂട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തലേദിവസം ഉണ്ടാക്കിയ മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ അതേ മോരുകറി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും തോരനോ മീൻ വറുത്തതൊക്കെ ആയിട്ട് അത് ഉമ്മിച്ച് ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അടുക്കളയിലുള്ള എല്ലാ പണികളും പാത്രമൊക്കെ കഴുകി അടുപ്പും തറയും എല്ലാം തന്നെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇനി നമുക്കിവിടെ ഇരുന്ന് കണ്ട് സമയം കളയാനൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഇതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തട്ടേക്കാട് പൂരംകുട്ടിയാണ് കേട്ടോ നമ്മളിന്ന് പുളി ഉറയ്ക്കാനായിട്ട് പോണത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ വണ്ടിയിൽ ആപ്പയ്ക്കകത്താണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ചെറുക്കനെ ഞങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം അവനെ കൊണ്ട് ഉമ്മിച്ച് ഇടങ്ങേറാവണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. അവനെ ഉമ്മിച്ചിനെ ഇട്ടുകൊണ്ട് ഇടങ്ങേറ് ചെയ്യും, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെയും കൂടെ കൂട്ടിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട്. കാരണം ഈ 2-3 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. ഇടയ്ക്ക് തെളിയും ഇടയ്ക്ക് മൂടും, പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെ പെയ്യും. ഇപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ. അങ്ങനെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം പോകാനുണ്ട്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിതേ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ തട്ടേക്കാട് ആ ഭാഗമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ ആന ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാരും കുറേ പോലീസുമാരും അങ്ങനെ എല്ലാവരും തന്നെ അവിടെ വന്ന് കൂടി നിൽപ്പുണ്ട് കേട്ടോ. അവർ ഓരോ ഭാഗത്തെ കൂടെയൊക്കെ ആയിട്ട് പോയി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഒരു കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളെ വാഴ കൃഷിയൊക്കെ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ആന, 40ഓളം വാഴയൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സൈഡ് മൊത്തം കാട് ഫോറസ്റ്റാണ് കേട്ടോ. മൊത്തം ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. 2 സൈഡും നല്ല പച്ചപ്പ് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നടുവിൽ റോഡും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പോകുമ്പോൾ നമുക്ക് കാണാനും നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ശാന്തമായിട്ട് അങ്ങനെ റോഡ് നീണ്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി ആൾ താമസമൊന്നും ഇല്ല ഏരിയ അല്ല കേട്ടോ അവിടെ. പിന്നെ കുറച്ച് ഉള്ളിലേക്കൊക്കെയാണ് ആൾ താമസമൊക്കെ ഉള്ളത്. ഇതിലേക്ക് ആനകൾക്കൊക്കെ ഇറങ്ങി നടന്നിട്ട് സ്ഥലം മതിയാവാത്തതുകൊണ്ടായിരിക്കും ഓരോ പറമ്പിൽ കൂടെയൊക്കെ കയറി എല്ലാം നശിപ്പിച്ച് കളയാനായിട്ടോ. പിന്നെ ഇപ്പം നമുക്ക് അവിടെ ഇറങ്ങിയങ്ങാണ്ട് ആനേനെ കാണാൻ പോകാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളത് മൈൻഡ് ചെയ്യാതെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഞങ്ങൾ പുറകിൽ വന്ന വണ്ടികളും അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയ വണ്ടികളൊക്കെ അവരൊക്കെ വണ്ടി നിർത്തി കാര്യമൊക്കെ തിരക്കി കഴിഞ്ഞ് അവരും ആ കൂടെ പുറകെ പോവുകയാണ് കേട്ടോ. ആനേനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചായിരിക്കും ആനേനെ കാണാൻ വേണ്ടി പുറകെ പോണത്. പക്ഷെ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ആനേനെയൊക്കെ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടായിരിക്കും ആനേനെ കാണാനൊന്നും കൊതിയുണ്ടായില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യം പൂരംകുട്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ നേരെ പൂരംകുട്ടിക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴിയിൽ നമുക്ക് നല്ല പുഴയും ഒക്കെ കാണാനുണ്ട് കേട്ടോ. കുട്ടമ്പുഴ 3-4 പുഴ എങ്ങാണ്ട് കൂടി ചേരുന്ന പുഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഒരു ഏർമാടം ഉണ്ടായിരുന്നു കേട്ടോ മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ വീഡിയോയിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഏർമാടം കണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്, 2 സൈഡും നല്ല മരങ്ങൾ, പച്ചപ്പുള്ള നല്ല മരങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നടുവിൽ നല്ല റോഡൊക്കെ ആയിട്ട് നല്ല യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിയിൽ എല്ലായിടത്തും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങൾ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രോസ് ചെയ്യാനും അതിനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെന്തോ ഒരു മൃഗത്തിനെ പോലും കണ്ടില്ല കേട്ടോ. അങ്ങനെ ഇതേ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്കും നമ്മൾ തട്ടേക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തട്ടേക്കാട് പാലമാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ കാട്ടിൽ നിന്ന് മൃഗങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടല്ലോ, അത് നമുക്ക് മാറി കിട്ടിയിട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേ കുറച്ച് കുരങ്ങനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. തട്ടേക്കാട് പാലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കുരങ്ങിനെയൊക്കെ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് അതും കൂടെ ക്യാമറയിൽ പകർത്തിയേക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് നമുക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് അത് ഇവിടെയാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇവിടെ പക്ഷി സങ്കേതത്തിൽ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അവർ കാട്ടിലേക്ക് പറത്ത് വിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ അത്രയ്ക്ക് ഉണ്ടോ എന്ന് അറിയാനും പാടില്ല. ഞങ്ങൾ കുറേ ആയിട്ട് കയറി നോക്കാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നേരത്തെ നമ്മൾ 1-2 പ്രാവശ്യം അവിടെ വന്നു എന്നല്ലാതെ പിന്നെ ഞങ്ങളങ്ങ് പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു വഴി പാസ് ചെയ്ത് പോകാറില്ല. ഇപ്പം അത്യാവശ്യത്തിന് പോകണോണ്ട് പിന്നെ നമുക്ക് അതിലൂടെ കയറി നിൽക്കാനോ അതിനൊന്നും സമയമില്ല കേട്ടോ. അങ്ങനെ അതേ ഞങ്ങൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പൂരംകുട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ചപ്പാത്ത് അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിന് പറയണത്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഞങ്ങൾ പാലത്തേൽ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ പുഴയിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കരെ താമസിക്കുന്ന ആൾക്കാർക്ക് അപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വെള്ളം ഇറങ്ങാതെ അവർക്ക് പോകാൻ പറ്റില്ല. അതുവരെ അവർ അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അധികം വീട്ടിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും കരുതിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ എപ്പോഴാണ് മഴ പെയ്യുക വെള്ളം കൂടുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ താമസിക്കുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് റോഡ് മോശമാണ് കേട്ടോ. കാരണം മഴയൊക്കെ കയറി വെള്ളമൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും റോഡൊക്കെ പൊളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. പിന്നെ അവിടത്തേക്ക് സ്ഥലം പറയാൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല മരങ്ങളും അതുപോലെ തന്നെ ഫുള്ള് പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ആൾ താമസവും ഇല്ലാത്തൊരു സ്ഥലം. നമ്മൾ ചപ്പാത്ത് കഴിഞ്ഞ് കയറി വന്ന ഒരു സമയത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസാണ് കേട്ടോ ആദ്യം തന്നെ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾക്കാരൊക്കെ ഉള്ളൊരു ഏരിയ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ആൾ താമസമൊന്നും ഇല്ലാത്തൊരു വീടാണ് കേട്ടോ. അവർക്ക് കുറച്ച് സ്ഥലങ്ങളും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ പുളി പറിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പുളി മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകണതാണ് കേട്ടോ പുളി പറിക്കാനായിട്ട്. അവിടെ തന്നെ നമുക്ക് പുളി ഉണങ്ങാനുള്ള പുകപ്പുരയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂളും മദ്രസും ഒക്കെ ഉള്ള കാരണം വീട്ടിൽ നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധാരണ പണിക്കൊക്കെ പോകുമ്പോൾ പണിക്കാരെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പോവാറ്. അപ്പോൾ പുളി പറിക്കാനുള്ളത് ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇതുപോലെ നല്ല കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൂടെ കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. നമ്മളിപ്പോൾ അകത്തൊന്നും അങ്ങനെ കയറി കാണുന്നില്ല. അപ്പോൾ നേരെ തന്നെ നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി പുളിയൊക്കെ പറിക്കാം കേട്ടോ. വീടൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പിന്നെ ഒരു ദിവസം മക്കളോട് പോകുന്ന സമയത്ത് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തുറന്ന് അകത്ത് കയറി. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ അകത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞതേ പുളി പറിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 2 മരമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല മരമാണ്, നല്ല വലിയ മരമാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്ന് പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്ത് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ പുഴുക്കളൊന്നും അങ്ങനെ അത്രയ്ക്ക് കാണാൻ സാധിച്ചില്ല. ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇവിടെ തോട്ടാപ്പുഴു ഉണ്ടായിരുന്നു, അതിനെയാണ് ഏറ്റവും വലിയ പേടി. അങ്ങനെ നമ്മൾ കുടംപുളി പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പഴുത്ത് കിടക്കുന്നതൊക്കെ താഴെയുള്ളതൊക്കെ അത് പറക്കിയെടുത്തു. പിന്നെ അതേപോലെ തന്നെ മരത്തിൻ്റെ മുകളിലുള്ളത് കുറച്ചൊക്കെ പഴുത്തതും പിന്നെ ഒരുവിധം മൂത്ത് പഴുക്കാറായതും ഒക്കെ ഞങ്ങൾ തോട്ടിക്ക് കയറി പറിക്കുകയൊക്കെ ചെയ്തു കേട്ടോ.
അപ്പോൾ ഞാനിത് നേരത്തെ ഇങ്ങനെ കുടംപുളി പറിക്കാനോ അല്ലെങ്കിൽ ഇക്കാടോടെയോ കുടംപുളിയൊന്നും പച്ചയ്ക്ക് അങ്ങനെ അത്രയ്ക്ക് കണ്ട ആളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഇക്കാടോടേക്ക് വരുമ്പോഴൊക്കെയാണ് കേട്ടോ അങ്ങനെ കാണാറ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ഒത്തിരി ഒന്നും കഴിക്കരുത്, വയറൊക്കെ ഇളകിപ്പോകും. ഈ കുടംപുളിൻ്റെ അകത്തുള്ള ഒരു കായും അതേപോലെ തന്നെ മാങ്കോസ്റ്റിനുണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള കായും രണ്ടും ഒരുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു കായും അതേപോലെ തന്നെ മാങ്കോസ്റ്റിനൊക്കെ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മാങ്കോസ്റ്റി ഞാൻ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നത്.
അങ്ങനെ നമ്മൾ കുടംപുളി പറിക്കാനായിട്ട് റംബൂട്ടാൻ പറിക്കുന്ന തോട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറക്കിയെടുക്കാൻ എളുപ്പത്തിന് ഒരു ചെറിയ ബക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴെ വണ്ടി ഇട്ട് കൊടുത്തില്ലേ, വണ്ടിക്ക് അകത്താണ് കേട്ടോ ബോക്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അത് ചുമന്ന് താഴത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബോക്സ് വണ്ടിക്കകത്ത് തന്നെ വെച്ചു. കൂടെ 2 ബക്കറ്റും ചാക്കൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ വണ്ടിക്കകത്തേക്ക് സൗകര്യം പോലെ കൊണ്ടുപോയി വെക്കും, പയ്യെ കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ബക്കറ്റ് ഞങ്ങൾ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചാക്കിലേക്കൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വഴിയിലേക്ക് പോകാൻ ഒത്തിരി ദൂരമൊന്നുമില്ല. വീടിൻ്റെ അടുത്ത് തന്നെയാണ് വഴി. പിന്നെ കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ, പറമ്പ് മുകളിലായിട്ടാണ് കിടക്കുന്നത്. പറമ്പ് തൊടിയിലാണ് കേട്ടോ. കുറച്ച് നമുക്ക് മുകളിലേക്ക് കയറി വരാനുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ പറക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. 2 മരത്തിൻ്റെ ചുവട്ടിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചൊക്കെ പഴുത്ത് ചാടി കിടപ്പുണ്ട്. പിന്നെ കുറേയൊക്കെ കൂടുതലും പഴുക്കാത്തയാണ് കേട്ടോ, പച്ചയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. മറ്റേ മരത്തിലെന്ന് പറയുമ്പോൾ കൂടുതലും പഴുത്തതാണ്. പിന്നെ കുറച്ചൊക്കെ നല്ല പഴമൊക്കെ ചാടി കിടപ്പുണ്ട്. കുറച്ചുള്ളൂ കേട്ടോ പഴുക്കാത്തത്. അപ്പോൾ വലിയ മരത്തിലാണ് കൂടുതലും പഴുക്കാത്തത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്ന് നോക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പഴുത്തതൊക്കെ പറിച്ചിട്ട് പോണത്. അത്യാവശ്യം മൂത്ത് പഴുക്കാറായത് നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും 1-2 ദിവസം കൊണ്ട് പൊളിക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ പഴുക്കണ ഒരു രീതിയിലുള്ള കുടംപുളിയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം പഴുത്തത് മരത്തിൻ്റെ അടിയിൽ കിടന്ന് പഴുത്ത് കിട്ടിയതൊക്കെ ആദ്യം തന്നെ അത് ഞങ്ങൾ പറക്കിയെടുത്ത് ബക്കറ്റിൽ ഇട്ട് താഴത്തെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഞങ്ങളത് പൊളിച്ച് പുകപ്പുരയിലേക്ക് ഇട്ടു കേട്ടോ. കാരണം അതെല്ലാം കൂടെ നമുക്ക് വീഡിയോ പിടിക്കാനുള്ളൊരു ഇതുണ്ടായില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടെയുള്ളവർ പുളി പറിക്കാനായിട്ട് കൂടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ആദ്യം തന്നെ പുകപ്പുരയിലേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇനി നമ്മളവിടെ പോണ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീടും പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു ദിവസം നിൽക്കുകയൊക്കെ ആണെങ്കിൽ സ്റ്റേ ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒരൊറ്റ ദിവസത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. പരമാവധി നമ്മൾ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. പിന്നെ അതേ പുളി വറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്ത് കൊണ്ടുപോയി വണ്ടിക്കകത്ത് പുളിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേ പേരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാർക്ക മുകളിൽ കയറിയും പറ്റും പോലെ 3-4 പേരയ്ക്കൊക്കെ പറിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലും വീടൊക്കെ നമുക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആൾ താമസം ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമൊക്കെ ഒരു വീട് വൃത്തിയാക്കാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ നമുക്ക് അവസ്ഥ ഊഹിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് വൃത്തിയേടൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ അകത്തേക്കൊന്നും അങ്ങനെ കയറി പോയില്ല കേട്ടോ. പിന്നെ അതേ പുളി പറിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് ഇതാണ് കേട്ടോ ആ റോഡ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി കിടക്കുന്നതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് വീട് ഉള്ളത്. ഇതിപ്പോൾ അപ്പുറത്തെ സൈഡ് റോഡാണ് കേട്ടോ. മൊത്തം വെള്ളമൊക്കെ വന്നിട്ട് പായൽ പിടിച്ച് കിടക്കുകയാണ്. നടന്നു പോലും പോകാൻ പറ്റില്ല കേട്ടോ. വെറുതെ ഞങ്ങളതിലൊന്ന് ഇറങ്ങിപ്പോയിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു ബട്ടർഫ്ലൈനെ കണ്ടു, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ ക്യാമറയിൽ അതും കൂടെ ഒന്ന് പകർത്തിയെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കരുതിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ വണ്ടി എടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുഴൻകുട്ടിയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് റോഡ് പോലും ഇല്ല കേട്ടോ. പിന്നെ ആൾതാമസമൊക്കെ ഉണ്ട്. നമ്മൾ വീടുകളൊന്നും അങ്ങനെ കാണിച്ചില്ലാന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല, കുറച്ചൊക്കെ ആൾതാമസം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് വഴിക്ക് കണ്ടോ, ഞങ്ങൾ തിരിച്ച് ചപ്പാത്ത പാലം കടന്നു പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് കേട്ടോ വണ്ടി ഇട്ടത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഈ റൂട്ടിൽ ബസ്സൊക്കെ ഓടുന്ന ഒരു റൂട്ടാണ്. പിന്നെ ഞാനെടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. പിന്നെ ഒരു പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാട്ടിലൊക്കെ മഴ ഒത്തിരി പെയ്ത് കഴിഞ്ഞെങ്ങാണ്ട് വെള്ളം അധികമായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പാലം ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കൈവരി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ പാലത്തിന് ചപ്പാത്ത് എന്നുള്ളൊരു പേര് വന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതാണ് കേട്ടോ. ഈ ഒരു പുഴയിലാണ് നമ്മൾ ഈ വെള്ളം മഴ പെയ്തെങ്ങാണ്ട് 3-4 ദിവസമായിട്ട് മഴ അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാൻ എങ്ങാണ്ട് ഇറങ്ങി കേട്ടോ ഒരാന ഒഴുക്കിപ്പെട്ടെങ്ങാണ്ട് ഒഴുകി വന്നോ. പിന്നെ അതിനെ രക്ഷിക്കാനായിട്ട് രക്ഷാപ്രവർത്തനമൊക്കെ തുടർന്നു. പക്ഷേ എങ്കിലും അവസാനമായിട്ട് അതിനെ രക്ഷിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന് ജീവൻ നഷ്ടമാകുകയായിരുന്നു ചെയ്തത്. കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, പക്ഷേ എപ്പോഴും അപകടം നിറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോഴും അപകടം നിറഞ്ഞതാണ്. കാരണം നമുക്ക് ഇതിന് എത്രത്തോളം ആഴം ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. ഒരുപക്ഷെ ഈ പാലത്തിനൊക്കെ കൈവരിയൊക്കെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള പാലങ്ങൾ നമുക്ക് എപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ പിന്നെ ഞങ്ങൾ പുഴയുടെ ഭംഗിയും പിന്നെ അതേപോലെ തന്നെ ഈ മരങ്ങളൊക്കെ ചാഞ്ഞ് കിടക്കുന്ന പച്ചപ്പും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ദിവസങ്ങൾ പോകുകയല്ലേ ഉള്ളൂ. ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തണം. വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ഒരുപാട് പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറിച്ചു വെച്ചിട്ടുള്ള പുളി അത് നമ്മുടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ ഫോട്ടോയും ഇതിൻ്റെയൊക്കെ തട്ടേക്കാട് കുട്ടമ്പുഴയുടെ ഫോട്ടോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനമായിട്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ ചേർത്തേക്കാം കേട്ടോ. പിന്നെ ഇത് സെയിം പുഴ തന്നെയാണ് കേട്ടോ, കുട്ടമ്പുഴ എന്ന് പറയും എന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലം കൂടെ ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് ഒരു 3:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിൽ കയറുന്നത്. ആ ഒരു സമയത്ത് കടയുടെ മുകളിൽ ഏറ്റവും മുകളിൽ കയറി നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങളവിടെ കയറി നിന്ന് പുഴയൊക്കെ ആസ്വദിക്കുന്ന ആ ഒരു സമയത്ത് ഇതേ അതിലൊരു വഞ്ചി വന്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പുള്ളി നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. മീൻ പിടിക്കാനും കണ്ട് പോണെയാണ്. വലയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വഞ്ചിക്കകത്ത്. ഒരുപാട് പുഴകൾ കൂടി ചേർന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിന് കുട്ടമ്പുഴ എന്നൊരു പേര് വന്നത് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാനൊരു വീഡിയോ പിടിച്ചു, അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വോയിസ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ അതിൽ കൂടുതൽ അറിവൊന്നും എനിക്കിതിനെക്കുറിച്ചില്ല കേട്ടോ. ഇങ്ങനെ നോക്കി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായി തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-4:30 കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 1 മണിക്കൂറിലധികം യാത്രയുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മളെ കുടംപുളി, ഇന്ന് പറിച്ചിട്ടുള്ള കുടംപുളിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സമയമായിട്ടോ. ഒരു 5-5:30 കഴിഞ്ഞ പിന്നെയാണ് വീട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം തന്നെ ഉള്ളൊന്നും പുളി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം വൈകുന്നേരത്തേക്ക് ചോറും കറികളൊക്കെ വെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും കറിയും ഉണ്ടാക്കലും അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ തകൃതിയായിട്ട് എല്ലാം ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ പുളിയിലേക്ക് ഇരുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് പറിച്ചെടുത്തേക്കണ പുളിയാണ് കേട്ടോ ഇത് മുഴുവനായിട്ടും. നമ്മൾ ചെന്ന പാടനെ ആദ്യം തന്നെ ചോടെ കിടന്ന പുളികളൊക്കെ പറക്കി എടുത്തേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് തന്നെ പൊളിച്ച് അതിൻ്റെ കാവൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ആ വീട്ടിൽ തന്നെ പുകപ്പരി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് അത്ര വീഡിയോയിൽ പിടിക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ പിടിക്കാനുള്ള സമയം ഉണ്ടായില്ലായിരുന്നു.
അവിടെ നമ്മൾ പോയിക്കുന്ന സമയത്ത് കുറച്ച് ചകിരിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ കുറച്ച് പച്ച പുല്ലൊക്കെ പറിച്ചെങ്ങാണ്ട് അതൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരൊറ്റ പുക ഇട്ടു കേട്ടോ. കാരണം പറക്കിയെടുത്ത പുളിയല്ലേ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പുളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേടായി പോകാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ചെയ്തത്. കാരണം നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങനെ ചെയ്തത്. സമയമുള്ള പോലെ തന്നെ സമയം കിട്ടിയ പോലെ സമയം ഉണ്ടാക്കിയെടുത്ത് ചെയ്താണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ കൊക്കോയൊക്കെ ഉണക്കണ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചേര ഉണ്ടാക്കി എടുത്തേക്കണെയാണ്. ഇവിടെ ഞങ്ങൾ തന്നെ ചേര ഉണ്ടാക്കി എടുത്തേക്കണം കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഉമ്മച്ചിയാണ് കേട്ടോ ഇതെല്ലാം പറഞ്ഞു തന്നതും ചെയ്യാനായിട്ട് കാണിച്ചു തന്നതൊക്കെ. ഉമ്മച്ചി പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ അതേപോലെ സെറ്റാക്കി എടുത്തിട്ടോ. ഈ നൂൽക്കമ്പി നമ്മൾ മേടിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉണങ്ങിയ വിറകുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കനം കുറഞ്ഞ വിറക് ചെറുതൊക്കെ നോക്കി ഇതേപോലെ എടുത്ത് ചേര ഉണ്ടാക്കി എടുത്തേക്കണെയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നേരത്തെ ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കണയായിരുന്നു. അപ്പോൾ അത് അതേപോലെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ചേരുതേ കെട്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആ ഒരു വീഡിയോ നമുക്ക് മുഴുവനായിട്ടൊന്നും പിടിക്കാനുള്ള ഇടമില്ല കേട്ടോ. കാരണം മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. കാരണം നമുക്ക് ട്രൈപോഡൊന്നും ഇല്ലല്ലോ. പിന്നെ വീഡിയോ സെറ്റാക്കി വെക്കണം, എവിടെയെങ്കിലും ഒന്ന് ഇതൊക്കെ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും കല്ലോ പിന്നെ അതേപോലെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കണേ മുളക് പൊടി, ഉപ്പ്, കടല അങ്ങനെയൊക്കെ ഉള്ളതിന് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പികൾ അങ്ങനെയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഞാൻ ക്യാമറ സെറ്റാക്കി വെക്കാറ്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ ക്യാമറ സെറ്റാക്കി വെക്കാനുള്ള സമയം ഉണ്ടായില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വിറക് കഷ്ണങ്ങളും അതേപോലെ തന്നെ നൂൽക്കമ്പിയും വെച്ചാണ് കേട്ടോ ചേര ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയ വിറകാണ് കേട്ടോ. നമുക്ക് ചേര ഉണ്ടാക്കി എടുക്കുമ്പോൾ നമ്മൾ പച്ച വിറകാണ് കേട്ടോ എല്ലാവരും ചേര ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. പക്ഷേ അങ്ങനെ പച്ച വിറക് ഇവിടെ അടുത്തൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉണങ്ങിയ വിറക് എടുത്തെങ്ങാണ്ട് ചേര ഉണ്ടാക്കണം കേട്ടോ. നമ്മളെപ്പോഴും അടുത്ത് നിന്ന് നോക്കി നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കത്തിക്കഴിഞ്ഞാൽ നമ്മളെ പുളി മൊത്തം കത്തിപ്പോകും കേട്ടോ, വിറകിലേക്ക് തീ പിടിച്ച് കഴിഞ്ഞാലേ. അപ്പോൾ ഈ നൂൽക്കമ്പി വെച്ചിങ്ങാണ്ട് ഇങ്ങനെ മടഞ്ഞെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഒരേ വിറക് കഷ്ണം വെച്ച് അതും മടഞ്ഞെടുത്തങ്ങാണ്ടാണ് കേട്ടോ ഈ ചേര ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടെ നമുക്ക് കെട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതും കൂടെ അടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ടിലും കൂടെ ആയിട്ട് പുളി ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്കിപ്പോൾ പുകയ്ക്കാനായിട്ട് പുകപ്പുരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു പാടുമില്ല കേട്ടോ. തട്ടിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ പുക ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ പുകപ്പുര ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്തെടുത്തത്. അങ്ങനെ രണ്ട് സൈഡും കെട്ടിയെടുത്തതേ നമ്മുടെ ചേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഒരടുപ്പത്തേക്ക് ഒറ്റ ചേരായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും അടുപ്പ് കത്തിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുറിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് രണ്ടെണ്ണമായിട്ട് ചെയ്തെടുത്തു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒരടുപ്പ് കത്തിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഒരു ചേരെടുത്ത് മാറ്റി കഴിഞ്ഞാൽ മറ്റേ ചേരിൻ്റെ അകത്ത് നമ്മുടെ പുളിയൊക്കെ ഇട്ട് വയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ട് ചെയറായിട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരടുപ്പത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെയറെടുത്ത് മാറ്റി കഴിയുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് പുകയ്ക്കുകയും ചെയ്യാം, മറ്റേ സൈഡിൽ നമുക്ക് പാചകം ചെയ്യുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ചെയറാക്കി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ രണ്ട് പണിയും കൂടെ നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടെണ്ണാക്കി കെട്ടിയെടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒറ്റ പുക ഇട്ടുങ്ങാണ്ട് കൊണ്ടുവന്ന് ആ ഒരു പുളി ഉണ്ടല്ലോ അതാണ് ഞാൻ ആദ്യം തന്നെ നിരത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല പഴുത്ത പുളിയായിരുന്നു. അപ്പോൾ വേഗം തന്നെ കളറ് പിടിച്ച് കഴിഞ്ഞ് ഇത് കുറച്ചൊക്കെ ഉണക്കായി കഴിഞ്ഞാൽ നമുക്ക് പച്ച എടുത്തെങ്ങാണ്ട് കീറിയെടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചാണ് കേട്ടോ. നമ്മൾ പറിച്ചെടുത്തേക്കണ പുളി ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ല പഴമൊന്നും അല്ല കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് നല്ല പഴമുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് ഒരുവിധം പഴുത്ത് ആയി വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. 1-2 ദിവസം വരെ വെക്കാൻ പറ്റുന്ന പുളികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാദ്യം ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ വേഗം തന്നെ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ ഒരു പുളിക്ക് നമ്മളിപ്പോൾ ഒറ്റ പുക ചെന്നുള്ളെങ്കിലും അടിയത്തെ തട്ടിലൊക്കെ കിടന്ന പുളി ഉണ്ടല്ലോ അത് ഒരുവിധം മുക്കാൽ ഉണക്കമൊക്കെ ആയതുമൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടും ഉണങ്ങാത്ത പുളികളും ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു ചാക്കിൽ അവിടെ നിരത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തിരിഞ്ഞ് വാരിങ്ങാണ്ടാണ് കേട്ടോ ഈ അടിയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നത്. നമ്മളെപ്പോഴും അടുത്ത് നിന്നിട്ട് തീ നന്നായിട്ട് കത്തണുണ്ടോ എന്ന് നോക്കണം, ചേരിൻ്റെ അടുത്ത് വരെ തീ വന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനൊരു ചാക്ക് വിരിച്ചിങ്ങാണ്ട് അതിൻ്റെ പുറത്തായിട്ട് എല്ലാ പുളിയും ഇട്ട് കൊടുത്തേക്ക് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒട്ടും ഉണക്കാവാത്ത പുളി ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയ പുളിയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടിട്ട് ഒട്ടും ഉണക്കാവാത്ത പുളി തിരഞ്ഞു നോക്കിയെടുത്ത് അങ്ങനെയാണ് കേട്ടോ ചേരിൻ്റെ പുറത്തേക്ക് ഉണങ്ങാനായിട്ട് കൊണ്ടുപോയിടുന്നത്. അങ്ങനെ അതേ ഉണക്ക് കുറവുള്ള പുളികളൊക്കെ ഏറ്റവും അടിയിലായിട്ടും അതിൻ്റെ മുകളിൽ കുറച്ചൊക്കെ ആയേക്കുന്ന പുളികളൊക്കെ ആയിട്ട് എല്ലാം തന്നെ കൊണ്ടുവന്ന് നിരത്തിയിട്ടോ. അങ്ങനെ നമ്മുടെ ചേരിൻ്റെ പുറം ഫുള്ളും പുളിയായിട്ടുണ്ട്. അങ്ങനെ ഇത് ഇനി പുകയിടണം കേട്ടോ. ചെറിയ രീതിയിൽ ഞാൻ പുകയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വച്ചേക്കുന്ന ചകിരിയാണ്. ചകിരി നമ്മൾ വെച്ച് കഴിയുമ്പോൾ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല കേട്ടോ. പുകപ്പുരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുഴപ്പം വരില്ല. കാരണം ചകിരിക്ക് നല്ല തന്നെ കളറും വരും, നല്ല പുകയുണ്ടാകും കേട്ടോ. പക്ഷേ അടുക്കളയിൽ ചേര് വെച്ചെങ്ങാണ്ട് പുകയ്ക്കണമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചകിരിയുടെ ആ ഒരു തൊപ്പൊക്കെ പുകഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചേര് മൊത്തം കത്തി പുളിയൊക്കെ അടുപ്പിലും കിടക്കും, കുറേയൊക്കെ കത്തിയും പോകും കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പുകയിട്ടിട്ടുള്ളൂ കേട്ടോ. അടുപ്പിലൊട്ടും കനലൊന്നുമില്ല, ചെറിയ രീതിയിൽ മാത്രം തീ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിമന്ന് തന്നെ പിടിച്ച് കയറി നല്ല പുകയായിട്ട് വന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പച്ചപ്പുളിയാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുമ്പും ഞാൻ ഈ ഒരു പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ പുളി വീഡിയോയിൽ പകർത്തിയെന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ വീഡിയോ ഒന്നും പിടിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചേര് കെട്ടിങ്ങാണ്ട് ഉണങ്ങിയിട്ട് ഞങ്ങൾ 3 ദിവസം കറക്റ്റ് 3 ദിവസം കൊണ്ട് നമ്മളെ പുളി നല്ല ഉണക്കായിട്ടോ. 3 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം, അതായത് രാത്രി വരെ ഞാൻ പുക കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മൂടിയിട്ടെങ്ങാണ്ട് നല്ല കളർ വന്ന അത്രയും നേരം തുണിയൊക്കെ വെച്ച് മൂടിയിട്ടെങ്ങാണ്ട് പുകച്ചെടുത്തു. അതേപോലെ 3-ൻ്റെ അന്ന് ചെറിയ രീതിയിൽ തീയും കത്തിച്ച് ചെറിയൊരു പുകയും കൊടുത്തെങ്ങാണ്ട് വൈകുന്നേരം വരെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടോ പുളി. ഇനി നമുക്ക് ഈ ഒരു പുളി കുറച്ചൊക്കെ ആയിട്ട് വേണം മറ്റേ നമ്മൾ കൊണ്ടുവന്നിട്ടേക്കുന്ന പുളി മുറിച്ചിട്ടില്ല, അതിൻ്റെ കാവൊക്കെ കളഞ്ഞൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ചകിരിയുടെ കുഴപ്പം. അടുപ്പത്ത് കണ്ടോ, ഇപ്പോൾ ചകിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് മാറിപ്പോകാൻ പോലും പറ്റില്ല. ചെറിയ രീതിയിൽ തീയുണ്ട്, നല്ലതായിട്ട് പുകയുണ്ട് കേട്ടോ. ഇനി അതവിടെ ഇരുന്ന് പയ്യെ ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അങ്ങനെ അതേ ഒരൊറ്റ പുക ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുവിധം നമ്മളെ പുളികളൊക്കെ കണ്ടോ, കുറച്ചൊക്കെ ഉണക്ക് ആയേക്കണ പുളികളൊക്കെ മുകളിൽ അറിഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഒട്ടും ആവാത്ത പുളിയും നല്ല കളറൊക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടോ, ഇതൊക്കെ ഒരുവിധം പുളി ആയേക്കണെയാണ്. ഇനി നമുക്കൊരു ദിവസത്തെ ഉണക്കും കൂടി ഉള്ളൂ കേട്ടോ ഈ പുളിക്കൊക്കെ. അപ്പോൾ അത്യാവശ്യം അടുപ്പത്ത് വെച്ചെങ്ങാണ്ട് നമുക്ക് കളറായി കഴിഞ്ഞാൽ പിന്നെ വെയിലത്ത് വേണമെങ്കിലും വെച്ച് ഉണക്കാം കേട്ടോ. അപ്പോൾ പച്ചപ്പുളി ഇനിയിപ്പോൾ മുറിച്ച് ചേരിൻ്റെ പുറത്തേക്ക് ഇടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുവിധം ആയേക്കണ പുളിയൊക്കെ എടുത്ത് ചെറിയൊരു വെയിലും ഒക്കെ തെളിഞ്ഞ് വന്നപ്പോൾ വെയിലത്തേക്ക് കൊണ്ടുപോയി വെക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് തിരിഞ്ഞെടുക്കുന്നത്. നമ്മൾ അടുപ്പത്ത് വെച്ചെങ്ങാണ്ട് കളറായി കിട്ടിയിരിക്കുന്ന പുളിയാണെങ്കിൽ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ചൂടുള്ളപ്പോൾ ഉണങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഉണക്കായേക്കണ പുളി ഇത് തിരിഞ്ഞെടുത്ത് ഇത്രയും പുളി ഉണ്ട് കേട്ടോ. ബാക്കി ഉണക്ക് കുറവുള്ള പുളിയൊക്കെ എല്ലാം ഒന്ന് മറിച്ചിടുകയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ എല്ലാ പുളിയും ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു, ഒരു ചേര് ഫ്രീ ആക്കി എടുത്തു കേട്ടോ. ഇനി അവിടെ നമുക്ക് പച്ച കൊണ്ടുവന്നിടണം. അങ്ങനെ കുറച്ച് പച്ച ഇതിൻ്റെ ഇടയിൽ ഞാൻ പൊളിച്ച് അത് രണ്ടായിട്ട് പൊളിച്ച് അതിൻ്റെ ഉള്ളത്തെ കാവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാനെടുത്ത് അടുക്കളയിൽ നമ്മളൊരു ചേര് ഫ്രീ ആക്കി എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി നിരത്തി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് അതിനും കൂടെ ഇനി പുകയിടാനായിട്ട്.
അപ്പോൾ കുറച്ച് പുളി കേട്ടോ ഞാൻ കീറി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് അടുപ്പിൽ ചേരിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ കീറി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പച്ചയായിട്ട് കിടക്കണം ആ ഒരു പുളിയൊന്നും ഞാൻ ഇന്ന് എടുക്കണില്ല കേട്ടോ. കാരണം നമുക്കെല്ലാം കൂടെ ഈ ഒരു 2 ചേരിലായിട്ട് ഉണക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് പഴുത്തേക്കണ പുളി മാത്രമായിട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ പുളി മുറിക്കണ ഒരു സമയത്തുണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള ചിലതിനൊക്കെ നല്ല പുളിയായിരിക്കും, ചിലതിനൊക്കെ കുറച്ചൊക്കെ മധുരം ഉണ്ടാകും കേട്ടോ. അപ്പോൾ മധുരമുള്ളതൊക്കെ നോക്കി ഇങ്ങാണ്ട് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പുളിയുടെ അകത്തുള്ള കഴിക്കുന്ന സമയത്ത് വയറ് കാലിയായിരിക്കുമ്പോൾ ഒരിക്കലും പുളിയുടെ അകത്തുള്ള അത് കഴിക്കരുത് കേട്ടോ. ശരിക്കും മാങ്കോസ്റ്റിയുടെ അകത്തിരിക്കണം അതുപോലെ തന്നെയാണ് കേട്ടോ ഇത്. ചിലതിനൊക്കെ ആ ഒരു ടേസ്റ്റും കിട്ടാറുണ്ട്. മാങ്കോസ്റ്റിയുടെ അകത്തിരിക്കുന്ന അതിന് നല്ല മധുരമാണല്ലോ. ഇത് അത്രയ്ക്ക് തന്നെ മധുരം ഇല്ലെങ്കിലും ചിലതിന് നല്ല പുളിയായിരിക്കും, ചിലതിന് നല്ല മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ വെറും വയറ്റിൽ ഒരിക്കലും ഈ പുളിയുടെ അകത്തുള്ള ഈ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളെ കുടലിനൊക്കെ കേടാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, കാരണം ഉമ്മച്ചിയാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണതാണ്. അവരൊക്കെ ഒത്തിരി പ്രായമുള്ള പഴയ കാരണവന്മാരല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയായിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ പറയില്ലല്ലോ. ഞാൻ ഈ പുളി കീറിയെടുക്കണ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ കുറച്ചധികം സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെ, കാരണം കുറച്ചധികം പുളി ഉണ്ടല്ലോ. അപ്പോൾ അത് മൊത്തം കൂടെ കീറിയെടുക്കാനായിട്ട് എനിക്ക് കുറച്ച് അധികം സമയം വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ ഇവിടെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ കയറി അടുക്കളയിൽ പോയി കണ്ട് നമ്മൾ ചേരിന് പുകയിട്ടേക്കണം, അത് കത്തുന്നുണ്ടോ, ചകിരി കത്തിയോ, ചകിരി പുകഞ്ഞ് തീർന്നോ എന്നൊക്കെ പോയി നോക്കാൻ ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തൊന്നും നമുക്ക് ആ ഒരു ചകിരി കത്തിത്തീരുമോ അതല്ലെങ്കിൽ പുകയില്ലാണ്ടിരിക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇനി എന്തായാലും ഇപ്പോഴെങ്കിലും കത്തൂല എന്ന് വിചാരിച്ച് കുറച്ച് ഒരു 10-15 മിനിറ്റ് അധികം ഞാൻ അവിടെ ഇരുന്നു. പെട്ടെന്ന് എനിക്ക് എന്തോ പൊട്ടിത്തെറിക്കണയൊക്കെ പോലെ ഇങ്ങനെ സൗണ്ട് വന്നു കേട്ടോ. വിറകൊക്കെ പൊട്ടി എരിയണ പോലെയൊക്കെ ഒരു സൗണ്ട് വന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ ചാടി കയറി ചെന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ പച്ച പുളി വെച്ചേർന്ന ചേര് പകുതി മുക്കാലും കത്തി നമ്മളെ പുളികളൊക്കെ അടുപ്പിലേക്ക് കുറച്ച് ചാടിയിട്ടുള്ളൂ കേട്ടോ. അടുപ്പിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ ചാടി കിടപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഏതായാലും പുളി ഉണക്കായി തുടങ്ങിയ പുളിയുടെ ചേരൊന്നും കത്തിയില്ല. അതിൻ്റെ പുക കുറച്ച് കുറഞ്ഞിങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ. മറ്റേ ചകിരി ഒന്നായിട്ട് അങ്ങ് കത്തിയും ചേരൊക്കെ കത്തി മൊത്തം നശിച്ചു പോയി കേട്ടോ. പക്ഷേ ആ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയില്ല കേട്ടോ. കാരണം നമ്മൾക്ക് പെട്ടെന്ന് എനിക്ക് കുടംപുളി ഉണക്കലും ഇതുമൊക്കെ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ വിറകിൻ്റെ പെട്ടെന്നുള്ള ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കത്തി എരിയണ ഒരു സൗണ്ടൊക്കെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കപ്പം തന്നെ മനസ്സിലൊരു തോന്നൽ ഉണ്ടായിട്ടോ, നമ്മൾ ചേര് കത്തിയിട്ടുണ്ടാകുമെന്ന്. ചാടി അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണും ക്യാമറയുടെ കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അങ്ങനെ ആ ഒരു കത്തിയ ചേര് ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്ത് മാറ്റി. പുളികളൊക്കെ ആദ്യം തന്നെ എല്ലാം മുകളിൽ കിടന്ന പുളികളൊക്കെ ഞാൻ എടുത്ത് വേറെ മാറ്റി വെച്ചെങ്ങാണ്ട് ചേരെടുത്ത് കളഞ്ഞ് പിന്നെ സൈഡിൽ ചാടി കിടന്ന പുളികളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി പുതിയ ചേരൊക്കെ കെട്ടി ഉണ്ടാക്കി വീണ്ടും ഞാനത് പുകച്ചെടുക്കുകട്ടോ ചെയ്തത്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പുറത്തെ സൈഡിൽ വെച്ചായിരുന്ന ആ ഒരു പുളി ഉണ്ടല്ലോ, ആ ഒരു കുടംപുളി നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടോ. അപ്പോൾ ഞാനത് മുറത്തിലേക്ക് മാറ്റി ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് പച്ച ഇരുന്ന പുളി ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. കാരണം നമുക്ക് വൈകുന്നേരത്തിന് കഞ്ഞിയൊക്കെ വെക്കണമായിരുന്നു. ഉച്ചക്കത്തേക്ക് തലേദിവസത്തെ വൈകുന്നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അരി ഇട്ട് കഴിഞ്ഞാൽ നാളെ ഉച്ചക്കത്തേക്കും കൂടെ ഉള്ള അരി ആയിരിക്കും കേട്ടോ ഇടുന്നത്. അങ്ങനെ അതേ ഒരടുപ്പത്തേക്ക് എനിക്ക് ചോറും വയ്ക്കാം, മറ്റേ അടുപ്പത്തേക്ക് എനിക്ക് പുകയിടും കൂടെ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇതേ അടിയിൽ 2-3 വിറകും കുറച്ച് ചകിരിയൊക്കെ വെച്ചുകൊണ്ട് മുകളിൽ മൊത്തം കാടൊക്കെ പറിച്ചിങ്ങാണ്ട് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ പച്ചപ്പുല്ലാകുമ്പോൾ നന്നായിട്ട് പുക അകത്തേക്ക് ചെല്ലുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ അത് കത്തുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ചേര് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചേര് കെട്ടിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പുളി പോയി കഴിഞ്ഞാൽ പച്ചപ്പുളി ആയതുകൊണ്ട് തന്നെ പുളിക്ക് എനിക്കൊന്നും സംഭവിച്ചില്ല കേട്ടോ. പക്ഷേ നമുക്ക് പകുതി ഉണങ്ങിയ പുളിയാണെങ്കിൽ അത് മൊത്തം തന്നെ കത്തിപ്പോയേനെ കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ഇതേ ഒരടുപ്പത്ത് ചോറും കറികളൊക്കെ ആക്കിക്കൊണ്ടിരിക്കണോ, മറ്റേ അടുപ്പത്ത് ഇതേ പുകയിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇത് വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നത്തെ ഒരൊറ്റ പുകയിടലോട് കൂടി പിന്നെ പുകയിടൽ നിർത്തി വെച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ചെറിയ വെയിലൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഇതേ ആ വെയിൽ പുളിയിലേക്ക് നന്നായിട്ട് തട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്ക് കുറവുള്ള പുളികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പുളി ഞാനെല്ലാം മുറത്തിലൊക്കെ ആക്കിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെച്ച്, വെയിൽ തട്ടുന്ന ഭാഗത്തൊക്കെ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പച്ചപ്പുളിയും കൂടെ ഇനി മുറിച്ചെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഴുത്തൂട്ട് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പ് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം കൊക്കോയൊക്കെ കൊണ്ടുവരുമ്പോൾ കൊക്കോ ഉണക്കാനൊക്കെ ആയിട്ട് ഈ കട്ടകൾ ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥാനമാറ്റമൊക്കെ ഞങ്ങൾ വരുത്തുമെന്ന് ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ഉണങ്ങുമ്പോൾ വേറെ ചുരുക്കി വയ്ക്കാനും കൊക്കോ ഉണങ്ങുമ്പോൾ അത് നീട്ടി വയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്തിരിക്കുന്ന പുളി അവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് പുറത്തും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അവിടെ ഇരുന്ന് കണ്ട് നന്നായിട്ട് തന്നെ പുകഞ്ഞ് പിന്നെ നമുക്ക് ഉണക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കൂടെ അതും കൂടെ കൂടി കഴിഞ്ഞാൽ പച്ചയിടൽ തീരും കേട്ടോ. പിന്നെ നമുക്ക് പച്ച ഉണക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് പുളി ആയേക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമ്മളങ്ങോട്ട് എടുത്ത് മാറ്റിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ പുളി നന്നായിട്ട് തന്നെ കളർ വന്നു കേട്ടോ. ചകിരിയും പച്ചപ്പുല്ലും ഒക്കെ ഇട്ട് പുകച്ചും കുറച്ച് മൂടി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പുകച്ചത്. അതുകൊണ്ട് തന്നെ ശരിക്കും പുളിയുടെ കളർ വന്നു കേട്ടോ. നമ്മൾ പുകപ്പുരയിൽ ഇട്ട് ഉണക്കുന്ന അതേപോലെ തന്നെയാണ്. നല്ല പുളിയുള്ള നല്ല കുടംപുളിയാണ് കേട്ടോ ഇത്.
നല്ല രുചിയുള്ള പുളിയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ മേടിച്ചായിരുന്ന പുളി മാറ്റി വെച്ച് ഈ പുളി ഉണങ്ങി തുടങ്ങിയ പിന്നെ ഇതിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ മീൻകറിയൊക്കെ വെക്കുന്നത്. നല്ല രുചിയുള്ള നല്ല കുടംപുളിയാണ്. അങ്ങനെ 2 ദിവസത്തെ ഫുള്ളായിട്ടുള്ള പുകയൊക്കെ കൊടുത്തു കഴിഞ്ഞ് 3-ാമത്തെ ദിവസത്തെ ചെറിയൊരു തീ, ചേരിൻ്റെ അടുത്തേക്ക് പോലും ചെല്ലില്ല കേട്ടോ, ആ ഒരു രീതിയിൽ ചെറിയൊരു തീയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചൂടും തട്ടി ചെറിയൊരു പുകയൊക്കെ തട്ടിങ്ങണ്ട് നന്നായിട്ട് തന്നെ ഉണങ്ങും. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ പുളി ഫുള്ളായിട്ട് ഉണക്കിയെടുക്കും കേട്ടോ. അങ്ങനത്തെ ഉണങ്ങണം. മുഴുവനായിട്ടൊന്നും വീഡിയോ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം പോലും മതിയാവില്ല കേട്ടോ. പുളി ഉണക്കമൊക്കെ കഴിഞ്ഞു. ഇത്രയും പുളിയുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒരു കവറിലേക്ക് മാറ്റി വെക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഞങ്ങൾ കുറച്ച് വേറെ പാത്രത്തിലേക്ക് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ളത് വേറെ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇത് ഇത്രയും പുളിയും കൂടി കൊണ്ടിട്ട് ഉണങ്ങാത്തത് ഒരു വാളം പുളിയുള്ളൂ കേട്ടോ, കുറച്ച് ഉണക്ക് കുറവുള്ളത്. അത് നമുക്കിനി അടുപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി മുഴുവനായിട്ടും നന്നായിട്ട് ഉണങ്ങി എടുത്തേക്കുന്ന പുളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കള ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേരൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് അടുപ്പും തറയൊക്കെ ഒന്ന് നന്നാക്കി അടിച്ച് വാരി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അവിടെ കുറച്ച് പണിയും കൂടി ഉണ്ട്. നമുക്ക് അടുക്കള അടുപ്പും തരം ഒന്ന് വൃത്തിയാക്കി എടുക്കൽ നമുക്ക് കുറച്ച് പണിയാണ് കേട്ടോ. കാരണം കരിയൊക്കെ തുടച്ച് കളയുമ്പോൾ കൈക്കല തുണിയൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ട്. അങ്ങനെ ഇതേ പുളി നമുക്ക് ഇത്രയും പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് ഇവിടെ ഇത്ര പുളി ബാലൻസ് നേരത്തെ മേടിച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ബക്കറ്റ് നിറച്ചങ്ങ് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം ബക്കറ്റിലേക്ക് എടുത്ത് വെച്ചു. ബാക്കി ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടിന്നുണ്ട്, അപ്പോൾ അത് നിറച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 വർഷത്തേക്ക് തന്നെ ഈ പുളി തന്നെ മതി കേട്ടോ നമ്മുടെ ആവശ്യങ്ങൾക്ക്. ബാക്കിയുള്ള പുളി നമുക്ക് വിൽക്കാനും കൂടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ കവറിലാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഉണക്കി വെച്ചേക്കുന്ന പുളി എത്ര കിലോ ഉണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പോൾ ത്രാസും നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് തൂക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ചുമ്മാ ഒന്ന് തൂക്കി നോക്കാമെന്ന് വിചാരിച്ച് തൂക്കി നോക്കണത്. അങ്ങനെ അപ്പോൾ ചെറിയ കവറിലിരുന്നത് ഞാൻ ത്രാസയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ 3 കിലോയും 330 ഗ്രാമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് എത്രയാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ മറ്റേ വലിയ കവറിൽ നിറച്ചുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് തൂക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേ 4 കിലോയും 220 ഗ്രാമും ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയും പുളി നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചത് കൊണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നിറച്ച് പുളി വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പുളി അന്വേഷിച്ച് 2 വർഷത്തേക്ക് ഇനി എങ്ങും പോകണ്ട കേട്ടോ. നല്ല രുചിയുള്ള നല്ല പുളി, നല്ല കുടംപുളി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി എടുത്തേക്കണ പുളിയാണ് കേട്ടോ. അങ്ങനെ അതേ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ചപ്പാത്ത് പുഴയും കുട്ടമ്പുഴയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചേർത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലോങ് ആയിട്ടാണെങ്കിലും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ പുകപ്പുരയൊക്കെ ഇല്ലാത്ത ചുരുക്കം ഒരു കുടംപുളിയൊക്കെ അതേപോലെ തന്നെ നമുക്ക് ജാതിപത്രി അങ്ങനെയൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ, നമുക്ക് ഉണക്കിയെടുക്കാൻ എന്ത് ചെയ്യണം എന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായി എന്നറിയാൻ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എങ്ങനത്തെ വീഡിയോകൾ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.